അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ കള്ള് ആൽക്കഹോളൊക്കെ നമുക്ക് നജസല്ലേ, അതാ കുടിക്കാൻ പറ്റില്ല, ഹറാമെന്നൊക്കെ അവരാണ്. അങ്ങനെ ആകുമ്പോൾ ഈ കൊക്കക്കോള, അതേമാതിരി പെപ്സി, ചോക്ലേറ്റ് ഐറ്റംസ്, ഡയറി മിൽക്ക് അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഈ ആൽക്കഹോളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയാനൊക്കെയുണ്ട്. എന്താ അപ്പോൾ അത് കഴിക്കുന്ന വിധി എന്താ? യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിച്ച ഒരുപാട് പാനീയങ്ങളുണ്ട്. ആ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് ഇസ്ലാം അനുവദിച്ച രൂപത്തിലാണെങ്കിൽ അതൊക്കെ പറ്റും. അതേസമയത്ത് കള്ള് പോലത്തെ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ ഇസ്ലാം വിരോധിച്ച ഒരുപാട് കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം അത് ഹറാമാക്കിയത്. ഇസ്ലാം ഹറാമാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് മനുഷ്യരെ നശിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൂടി നോക്കിയിട്ടാണ് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു വിഷയം, ചോക്ലേറ്റ് പോലത്തെ മിഠായികളിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആൽക്കഹോളിക് ആയിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റു ഹറാമായ ഇസ്ലാം അനുവദിക്കാത്ത മാംസങ്ങളുടെ ശകലങ്ങളോ അല്ലെങ്കിൽ അത്തരം വസ്തുക്കളുടെ ശകലങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അത്തരം വിഷയങ്ങളൊക്കെ ഹറാമാവുള്ളൂ. ഒരു സാധ്യത വെച്ചുകൊണ്ട് അതൊക്കെ ഹറാമാണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. അതേസമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ വസ്തുവിൽ ഇത്തരം വസ്തുക്കൾ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ വസ്തു ഉപയോഗിക്കൽ തീർത്തും ഹറാമാണ്. അല്ലാതെ മൊത്തത്തിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് സാധ്യതകൾ വെച്ചുകൊണ്ട് മാത്രം അത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ കള്ള് ഇതൊക്കെ ഹറാമാക്കിയത് അതായത് ബുദ്ധിയെ നശിപ്പിക്കുന്ന, അതായത് ബുദ്ധി മാറിയെന്നുള്ള ഇതൊന്നുമല്ലോ, ബുദ്ധി മാറിയാത്ത കുറച്ചൊക്കെ കുടിക്കാൻ എന്ത് കുഴപ്പമുണ്ടോ? ബുദ്ധി മറിയും എന്ന രൂപത്തിൽ ഇസ്ലാം ഹറാമാക്കി. ബുദ്ധി മറിയെങ്കിൽ മാത്രമേ കള്ള് പാടില്ലാത്തതുള്ളൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത്തരം ബാബുകൾ, അത്തരം ഡോറുകൾ തന്നെ ഇസ്ലാം അടച്ചു കളഞ്ഞു. അതിന് കുറച്ചാണെങ്കിലും തോനെയാണെങ്കിലും ബുദ്ധി മറിഞ്ഞാലും ഇല്ലെങ്കിലും അതിലൊരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇസ്ലാം അത് ഹറാമാക്കിയതാണ്. ഇനി അത് കുറച്ചായാലും ശരി, കൂടുതലായാലും ശരി, അതാണ് അതിന്റെ വ്യത്യാസം. തേൻ കുടിക്കലും നല്ലതല്ലേ, ആരോഗ്യത്തിന് നല്ലതല്ലേ? ഈ തേന് കുറെ കുടിച്ചാൽ ബുദ്ധി മറിയും, ശരീരത്തിന് പ്രശ്നങ്ങൾ. ബുദ്ധി മറിയുന്ന രൂപത്തിൽ തേൻ കുടിച്ചാൽ അതനുസരിച്ചുകൊണ്ട് തെറ്റാണ്. തേൻ അത് ഔഷധമുള്ള വസ്തുവാണ്, അതെല്ലാവരും ബോധ്യപ്പെട്ടതാണ്, സയൻസ് അത് അംഗീകരിച്ചതുമാണ്. ഇസ്ലാം തേൻ കുടിക്കൽ അഥവാ എന്നാണ്, അഥവാ തേനീച്ചയിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചത് കൊണ്ടും അത്തരം പവിത്രതകളൊക്കെ തേനീച്ചക്ക് ഉണ്ടായത് കൊണ്ടും തേനീച്ചയിൽ നിന്ന് വരുന്ന ആ വസ്തുവിന് പവറുണ്ട് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഔഷധ വീര്യമുള്ള ഒരു വസ്തുവാണ്. അതേ സമയത്ത് അതിൽ നിന്ന് ഒരുപാട് നമ്മൾ കുടിക്കുമ്പം അതിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർത്തും അത്തരം ഒരുപാട് കുടിക്കുക എന്നുള്ള സംഗതി ഒഴിവാക്കുക എന്നതിനപ്പുറത്തേക്ക് ഔഷധമുള്ള സംഗതി എന്നും ഔഷധമുള്ളതായിരിക്കും. മരുന്ന് ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ, ഒരുപാട് കുടിക്കുമ്പോൾ ഒരു പക്ഷേ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ തോതനുസരിച്ച് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, എന്റെ സംശയം ഒക്കെ ക്ലിയർ ആയി. നമ്മളെ കമന്റ് ബോക്സ് ബാക്കി ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു. തീർച്ചയായിട്ടും.